ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 20-21 വാക്യങ്ങൾ. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഒരിടത്ത് 2 സുഹൃത്തുക്കൾ ചേർന്ന് ഒരു ബിസിനസ് ആരംഭിച്ചു. അങ്ങനെ പോകവേ ഒരുവന് ഒരു സംശയം, തൻ്റെ സുഹൃത്ത് തന്നെ ചതിക്കുന്നുവോ എന്ന്. അതോടെ അയാളുടെ ഉള്ളിൽ വൈരാഗ്യമുണ്ടായി. കൂട്ടുകാരനായിരുന്ന ശത്രുവിനെ എങ്ങനെയും ഇല്ലായ്മ ചെയ്യുവാൻ ആഗ്രഹിച്ചു. പക്ഷേ പലരും അവനെ തടഞ്ഞതിനാൽ അത് നടന്നില്ല. അതോടെ അവന് എല്ലാവരോടും വൈരാഗ്യമായി. അങ്ങനെ ശത്രുക്കളുടെ എണ്ണം കൂടി വന്നു. ശത്രുക്കളുടെ നാശത്തിനായി അവൻ പ്രാർത്ഥിക്കുകയും നേർച്ച കാഴ്ചകൾ അർപ്പിക്കുകയും ചെയ്തു. പക്ഷേ ശത്രുക്കൾക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ല. അതിനാൽ അവൻ എല്ലാവരോടും കോപത്തോടെ ഇടപെട്ടു. ഫലമോ, ശത്രുക്കൾ വീണ്ടും വർദ്ധിച്ചു. അങ്ങനെ അവൻ്റെ ബിസിനസ് തന്നെ തകരാറിലായി. എന്താണൊരു പരിഹാരം? അവനൊരു ഗുരുവിൻ്റെ അരികിലെത്തി തൻ്റെ പ്രശ്നം മുഴുവൻ പറഞ്ഞു. ഗുരു പറഞ്ഞു, നീ നിൻ്റെ ശത്രുക്കളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കൂ. അവരും പുഞ്ചിരിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം അവരോട് സുഖമാണോ എന്നൊന്ന് ചോദിക്കൂ. ഗുരു പറഞ്ഞതുപോലെ അവൻ ചെയ്യുവാൻ തുടങ്ങി. പുഞ്ചിരിയുടെയും ചെറിയ കുശലാന്വേഷണത്തിൻ്റെയും ഫലമായി ക്രമേണ ശത്രുക്കളുടെ എണ്ണം കുറഞ്ഞു വന്നു. കുറേ നാളുകൾ കൊണ്ട് ശത്രുക്കളെല്ലാം മിത്രങ്ങളായി. അവസാനം തൻ്റെ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ ആ വ്യക്തിയും പഴയതുപോലെ സുഹൃത്തായി തീർന്നു. അതോടെ അവൻ മനസ്സിലാക്കി, ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുവാൻ അവരെ മിത്രങ്ങൾ ആക്കുകയാണ് മാർഗമെന്ന്. ശത്രുക്കൾ ഇല്ലാതാവണം, അത് നല്ലതാണ്. പക്ഷേ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുവാനുള്ള മാർഗം എന്താണ്? അതാണ് പ്രശ്നം. ചിലർ വിചാരിക്കും അവരെ കൊല്ലുന്നതാണ് അതിനുള്ള മാർഗമെന്ന്. ഒരു ശത്രുവിനെ കൊന്നാൽ 100 ശത്രുക്കൾ ഉണ്ടാവും. കുടുംബാംഗങ്ങളും സ്നേഹിതരും നാട്ടുകാരും പോലീസും രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയും എല്ലാം ശത്രുക്കളായി രൂപാന്തരപ്പെടും. എന്നാൽ ശത്രുവിനോട് സ്നേഹപൂർവ്വം ഇടപെടുവാൻ കഴിഞ്ഞാൽ ശത്രു ഇല്ലാതെയാവും. ശത്രു സംഹാരത്തിനുള്ള ഏകമാർഗം സ്നേഹിക്കുക എന്നത് മാത്രമാണ്. സ്നേഹം എന്നത് നമുക്ക് ഊഹിക്കുവാൻ കഴിയുന്നതിലും ശക്തമായ ഒരു മാസ്മരിക ആയുധമാണ്. ആർക്കും ഉപയോഗിക്കാവുന്ന ലളിതമായ ഒരായുധം. പക്ഷേ പ്രശ്നം, അത് ഉപയോഗിക്കുവാൻ ആർക്കും അത്ര ഇഷ്ടമല്ല എന്നുള്ളതാണ്. വില കുറഞ്ഞവ ഗുണമില്ല എന്നും ലളിതമായവ പ്രയോജനം ഇല്ലാത്തത് എന്നുമാണ് പലരുടെയും ചിന്ത. വില കൂടിയതുകൊണ്ട് ഗുണം കൂടുതൽ ഉണ്ടാവണമെന്നില്ല. ലളിതമായതുകൊണ്ട് ഫലം ഉണ്ടാവില്ല എന്നുമില്ല. ലളിതമായത് ഉപയോഗിക്കുവാനുള്ള സന്നദ്ധത ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. ഫലം സുനിശ്ചിതം. ആകയാൽ ഏവരെയും സ്നേഹിക്കുന്നതിലൂടെ ശത്രുക്കളില്ലാത്ത ധന്യജീവൻ നയിക്കുവാൻ നമുക്കും സാധ്യമാവട്ടെ. അതിനായി നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. വചനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ചകൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.